Good morning, all. Good morning, ma'am. 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 Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ടെർമിനോളജി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സഫിക്സ് കംപ്ലീറ്റ് ചെയ്തില്ല നമ്മള് ചെയ്തോ? Yes, ma'am. Any root words ആണ് തുടങ്ങേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ റൂട്ട് വേർഡ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, Excuse me, ma'am. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നേ. ഏതിലായിരുന്നു? നമ്മള് പിന്നെ ഊഫെറോ പഠിച്ചില്ലേ? അതിൽ ഞങ്ങൾ നോക്കിയപ്പോ പിന്നെ കമ്പൈനിങ് ഫോം ഓഫ് ഓവറി ആയിരുന്നേ കടന്നിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നെർവസ് സിസ്റ്റം ആണ് തന്നേക്കുന്നത്. അതെ, നോക്കാം, ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തിയതിലുണ്ടായിരുന്നു ഓഫർ. അതെ, മറ്റേ നമ്മള് 115th ടേമില്ലേ, അതിൽ സ്ലീപ്പിംഗോ അല്ല സാൽഫിംഗോ ആണ് ഞങ്ങൾ നോക്കിയപ്പോ. റിലേറ്റിംഗ് ടു നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ റിലേറ്റ് ചെയ്യുന്നതാ അത്. കുറച്ച് മിസ്റ്റേക്ക് നമുക്ക് ഈ പ്രിന്റിൽ വരാറുണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പൊ അതിന്റെ ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം പഠിക്കാനില്ല. എല്ലാം പഠിക്കാനില്ല. 116 കറക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ. ക്ലാസ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ പ്രിന്റഡിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് റഫർ ചെയ്തിട്ട് പറയാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിഫിക്സ് നമ്മൾ നോക്കി, സഫിക്സ് നോക്കിയായിരുന്നു. ദെൻ കോമൺ റൂട്ട് വേർഡ്സ് ആണ് ഇത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ ACOU, അക്വ എന്ന് പറയാം. നമുക്ക് പല രീതിയിൽ അതിനെ പ്രൊനൗൺസിയേഷൻ ചെയ്യാം കേട്ടോ. അക്വ മീൻസ് ഹിയർ, കേൾക്കുന്നതാണുള്ളൊരു മീനിങ്. നിങ്ങളെ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മീനിങ്ങോ എക്സ്പാൻഷനോ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ആ ടേം എന്താണോ അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇനി അത് റെഫർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആകേണ്ട. ജസ്റ്റ് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് അത് മാത്രം നോക്കിയാൽ മതി. ദെൻ ഇതെല്ലാം നമുക്ക് പഠിക്കാനും ഇല്ല കേട്ടോ. ഇത് അങ്ങനെ കുറെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചു കണ്ടിട്ടില്ല. കൂടുതലും ചോദിക്കാറുള്ളത് സഫിക്സിലും പ്രിഫിക്സിലും റൂട്ട് വേർഡ്സിലും പറഞ്ഞ ഇനി വരുന്ന നെക്സ്റ്റ് അബ്രിവേഷൻസ് ആണ്. ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഷോർട്ട് ഫോമുകളൊക്കെയാണ്. അതിൽ നിന്നൊക്കെയാണ് കൂടുതലും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോ ഈ പിന്നെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞ് അടയാളപ്പെടുത്തി തന്നത്. അത് മാത്രം പഠിക്കാം. ഓക്കെ, റൂട്ട് വേർഡ്സിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. കൂടുതലായിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് അടയാളപ്പെടുത്തുന്നത് മാത്രം നന്നായിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ സെക്കൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ്. ഫാറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, കൊഴുപ്പ് എന്നുള്ളത് മീനിങ്. ജസ്റ്റ് ദെൻ ആൽബ് എന്ന് വെച്ചാൽ വൈറ്റ്. ദെൻ ആൽഗസ് പെയിൻ. ദെൻ ആംജം എന്ന് വെച്ചാൽ മെയിൽ. ദെൻ എറോട്ട. എറോട്ട എന്ന് വെച്ചാൽ എന്താ? large artery existing from the left ventricle of the heart. നമ്മള് അയോട്ട പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ട്രാൻസ് ഓഫ് പേഷ്യൻസിലാണെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടാക്കിയെങ്കിലോ? എറോട്ടിക് എന്നൊക്കെ പറഞ്ഞുണ്ട്. എറോട്ടിക് ബലൂൺ പമ്പ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? യെസ്, അതായത് ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിളിലുള്ള ആ ഒരു ഇതിനാണ് അയോട്ട എന്ന് പറയുന്നത്. അക്വ മീൻസ് വാട്ടർ. അക്വ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ടേമാണ് അല്ലെ. ആസ്ഫിക്സിയ. ആസ്ഫിക്സിയ എന്ന് വെച്ചാൽ എന്താ നോക്കാം. ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബോഡി ദാറ്റ് റിസൾട്ട് ഇൻ അൺകോൺഷ്യസ്നെസ്.
നമ്മൾ പറഞ്ഞു, അതായത് ശ്വാസ തടസ്സം, ശ്വാസം മുട്ട്, അതായത് ഓക്സിജന്റെ മീൻസ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ, അതിനാണ് ആസ്ഫിക്സിയ, മീൻസ് ശ്വാസം മുട്ടെന്ന് തന്നെ നമുക്ക് പറയാം. ദെൻ അസ്തൻ മീൻസ് വീക്ക്, ദുർബലമായിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള എന്നൊക്കെയുള്ളൊരു മീനിങ്. ദെൻ OD മീൻസ് ടു ഹിയർ, കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കുക എന്നൊക്കെയുള്ളൊരു സെയിം മീനിങ് തന്നെ. ദെൻ ബ്രോഞ്ച്, എന്താ ബ്രോങ്ക്, ബ്രോങ്കൈസൈറ്റ് ഓർമ്മയുണ്ടോ? എന്താ ബ്രോങ്ക്? ബ്രോങ്കൈസിറ്റ്, ബ്രോങ്കൈറ്റ്, എന്താ ബ്രോങ്ക് മീനിങ് വിൻ പൈപ്പ്. എന്താ വിൻ പൈപ്പ് എന്ന് വെച്ചാല് വിൻ പൈപ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ? യെസ്, ശ്വാസനാളം അല്ലെ, വിൻ പൈപ്പ്, ബ്രോങ്കൈറ്റിസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബ്രോങ്കൈറ്റിസ് ഒക്കെ അല്ലെ. അപ്പൊ ശ്വാസനാളം. Then buck means cheek, means കവിൾ. Then bursa, bursa means sponge or sac, അതായത് എന്താണ് sponge എന്ന് വെച്ചാൽ എന്താ? sac means എന്താ? sac, sac means സഞ്ചി എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ. Then സഞ്ചി എന്നൊക്കെയുള്ളൊരു മീനിങ്. Then callus, callus എന്ന് വെച്ചാൽ ഹാർഡ് തിക് skin, also meshwork of connective tissue that forms, അതായത് ഹാർഡ് ആയിട്ടുള്ള ഭയങ്കര തിക്ക് ആയിട്ടുള്ള സ്കിന്ന്, മീൻസ് അനിമൽസിന്റെ ഒക്കെ സ്കിന്നൊക്കെ ഇല്ലേ, അനിമൽസിന്റെ മസിൽസും ടിഷ്യൂസും അനിമൽസിന്റെ ടിഷ്യൂസും കാര്യങ്ങളെയാണ് കേട്ടോ വിളിക്കുന്നത്. Then carcin means cancer, carcin, cancer. Then carotid, carotid എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, കഴുത്തിലെ ധമനികൾ, കഴുത്തിനുള്ളിലെ കഴുത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കാർപ്പസ്, കാർപ്പസ് എന്ന് വെച്ചാൽ ബ്രിസ്റ്റ്. എന്താ ബ്രിസ്റ്റ് എന്ന് വെച്ചാൽ? ബ്രിസ്റ്റ്, ബ്രിസ്റ്റ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ബ്രിസ്റ്റ്, ബ്രിസ്റ്റ്, കൈത്തണ്ട കേട്ടോ, കൈത്തണ്ട. സെന്റ് എന്ന് വെച്ചാൽ എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം, 100 or 100. നമ്മള് മാത്സില് നമ്മള് പറയുന്ന ആ ഒരു സെറ്റിന് തന്നെ, അതായത് ഫ്രാക്ഷൻ, ഒരു ഭാഗം എന്നൊക്കെ പറയാം അല്ലെ, അല്ലെങ്കിൽ 100 ഒരു ഭാഗം, 100ന്റെ ഒരു ഭാഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫ്രാക്ഷൻ. Then centi, to puncture a body cavity, body cavity എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു അറ അല്ലെങ്കിൽ ശരീരത്തിന്റെ മുറിവ് അല്ലെ, ദ്വാരമൊക്കെ ഉണ്ടാവില്ലേ, അത് ബോഡിയിൽ സംഭവിക്കുന്ന ഒരു ദ്വാരോ അല്ലെങ്കിൽ മുറിവോ മറ്റെന്തെങ്കിലും. Then cili means eyelid. Then clado means clado, clavicle, clavicle. എന്താ clavicle എന്ന് വെച്ചാല്? clavicle കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? clavicle, clavicle means നമ്മളുടെ കണ്ണിലെ അസ്ഥി, കണ്ണിനുള്ളിൽ ചെറിയ ചെറിയ അസ്ഥികളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള കണ്ണിലെ അസ്ഥി. Then കപ്റ്റിയസ് എന്ന് വെച്ചാൽ എൽബോ, എൽബോ എന്താണ്? എൽബോ, എൽബോ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എൽബോ, കൈമുട്ട്. Then next one, സൈസിൽ അല്ലെങ്കിൽ സിസിൽ എന്ന് പറയാം. സർക്കിൾ ഓർ ഐ, സർക്കിൾ ഓർ സൈക്കിൾ. സർക്കിളിന് അല്ലെങ്കിൽ സൈക്കിളിന്റെ ഒരു വളയം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സർക്കിൾ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നെന്ന് പറയില്ലേ. Then ഡിജിറ്റ്, ഡിജിറ്റ് മീൻസ് എന്താണ്? നമ്മൾ നോർമലി പറയാനുള്ള, കോമൺ ആയിട്ട് പറയുന്ന ഡിജിറ്റ് തന്നെ. എന്താ ഡിജിറ്റ്? ഫിംഗർ ഓർ ടോ. എന്താ ടോ എന്ന് പറഞ്ഞാല്? കാൽവിരൽ, കൈവിരലോ അല്ലെങ്കിൽ കാൽവിരലുകൾ അല്ലെ. നമ്മൾ കാൽവിരൽ എടുത്ത് എണ്ണാറുണ്ടോ ആരെങ്കിലും? കൈവിരൽ, കാൽവിരൽ അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എണ്ണാനായിട്ട് ഇങ്ങനെ കൈവിരൽ ഉപയോഗിച്ച് എണ്ണാറുണ്ട് ഡിജിറ്റുകൾ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ കൈവിരലും കാൽവിരലും. Then ഇടി, ഇടി മീൻസ് സ്വെല്ലിങ്. എന്താ സ്വെല്ലിങ് എന്ന് വെച്ചാൽ? സ്വെല്ലിങ്, വീർക്കൽ, വീക്കം എന്നൊക്കെ പറയാം കേട്ടോ. വീക്കം എന്നൊക്കെ പറയില്ലേ, വീക്കം, നീര്. ഓക്കെ. Then esthesia, esthesia means relating to sensation or prescription. Sensation, നമ്മുടെ സെൻസറി, നമ്മുടെ എന്താണ് സെൻസറി ഓർഗൻസ് ഏതൊക്കെയാണ്?
സെൻസറി ഓർഗൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ടച്ച്. ഓക്കെ, ദെൻ ടച്ച്. പിന്നെ എന്തൊക്കെയാണ് സെൻസറി? ടച്ച്, സ്മെൽ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, സ്മെൽ, ഇയർ ഓർ നോസ്, സ്കിൻ അല്ലേ, ടച്ച്. ഓക്കെ, ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എസ്തീസിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതായത് സെൻസേഷൻ, നമ്മുടെ സെൻസ് ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Then feber means fever means fever എന്നുള്ളൊരർത്ഥം കേട്ടോ. Fever means fever. Then flex means bend. എന്താ ബെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ബെൻഡ്, ബെൻഡ് ചെയ്യുക, ബെഞ്ച്, കുനിയുക, വളയുക, വളയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് കേട്ടോ. ബെഞ്ച് അല്ലെ, ബെൻഡ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് നമ്മള്. Then foramen means opening, open ആക്കുക. ഉദ്ഘാടനം means opening എന്നുള്ളൊരു മീനിങ്. Flex means bend. Then foramen means opening. Frat means break. Break ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ബ്രേക്ക്, പൊട്ടുക, പൊട്ടിപ്പോവുക. Then gest means carry, produce, conditions means എന്താണ്? ക്യാരി ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, കൊണ്ടുപോകുക അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്. Then no means no എന്നുള്ളൊരു ടേം തന്നെ, അറിയുക എന്നുള്ളൊരു മീനിങ് തന്നെ നമ്മൾ നോ എന്ന് പറയുന്നത്. നോ. Then gram. എന്താ gram? സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ് അല്ലെ, റിട്ടണോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. Then ഹ്യൂമറസ്. എന്താ ഹ്യൂമറസ് എന്ന് വെച്ചാൽ? ഹ്യൂമറസ്, ദ ബോൺ ഇൻ ദ അപ്പർ ആം. ബോൺ ഇൻ ദ അപ്പർ ആം എന്താ അതിന്റെ മീനിങ്? ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫ് പറഞ്ഞില്ല. ഓക്കെ, ഗ്രാഫ് മീൻസ് റൈറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് കേട്ടോ. റൈറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് പറ്റുക എന്ന് വെച്ചാല്. Then humerus means the bone in the upper arm അല്ലെ, നമ്മുടെ കയ്യിലെ അസ്ഥി, കൈയിന്റെ മുകളിലെ കൈത്തണ്ടയിലെ അസ്ഥി എന്ന് പറയാം. Then ID, different, distinct കേട്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള. Then അയഡോ മീൻസ് അയഡിൻ. അയഡിൻ നമ്മൾ പറയാറുള്ള അയഡിൻ തന്നെ. Then lact means milk അല്ലെ, നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇതിന്റെ ലാക്ടോജൻ കൊടുക്കാറുണ്ട് ഇല്ലേ, ലാക്ടോജൻ. അത് ഓർമ്മ വന്നില്ല പെട്ടെന്ന്. അപ്പൊ ലാക്ട് എന്ന് വെച്ചാല് മിൽക്ക് എന്നുള്ള അർത്ഥമാണ്. സോ നമുക്കറിയാം ലാക്ടോജൻ എന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, പാലിന്റെ ഒരു മീൻസ് അതിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെ, പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ. ഓക്കെ, തുടങ്ങിയത് നമ്മൾ അതുകൊണ്ടാണ്. ലാക്ട് മീൻസ് മിൽക്ക്. Then ലിങ്കു മീൻസ് ടങ്. ടങ് എന്ന് വെച്ചാൽ എന്താണ്? നാവ് അല്ലെ. ലിങ്ക് മീൻസ് tongue. Then men, month. Then aquel means eye. Aquel, eye. Then o means egg. Egg, oval. Then palpate. Palpate means to inspect by touch. എന്താ ഇൻസ്പെക്ട് ബൈ ടച്ച് എന്ന് വെച്ചാല് തൊട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോ മുറിവോ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എവിടെയെങ്കിലും വീങ്ങൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് നോക്കിയിട്ട് അത് പരിശോധിക്കുക, തൊട്ട് നോക്കുക എന്നൊക്കെ ഒരു മീനിങ്. Then pet. Pet means child or foot. കുട്ടി അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ കാൽ. ഓക്കെ. Then percus means to inspect by streaking. In the streaking means streaking. In the meaning സ്ട്രിക്ക് ചെയ്യുക എന്നൊക്കെ പറയും. പണിമുടക്കുക, സ്ട്രൈക്കിംഗ് അല്ല, ഇവിടെ സ്ട്രിക്കിംഗ് ആണ് കേട്ടോ. മീൻസ് അടിച്ചു വീഴ്ത്തുക, സ്ട്രൈക്ക്, സ്ട്രിക്കിംഗ്, നമ്മള് വീഴ്ത്തുക എന്നൊക്കെ ഉള്ളൊരു രണ്ട് മീനിങ് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ആയിക്കോട്ടെ. അടിച്ചു വീഴ്ത്തുക മീൻസ് അടിക്കുക, അതെ, അടിക്കുക അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്തുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് വരുന്നത് കേട്ടോ. Then froth means light.
ഫോട്ടോ കൊടുക്കുമ്പോൾ ലൈറ്റ് വേണ്ടേ? അങ്ങനെ ഓർത്താൽ മതി. ഫോട്ടോ മീൻസ് ലൈറ്റ്. Then ഫ്ലറുവർ മീൻസ് റിബ് അല്ലെങ്കിൽ സൈഡ്. എന്താ റിബ്? റിബ് നമ്മൾ നോക്കിയതാ, വാരിയല്ല. Then സൈഡ്, എന്തെങ്കിലും വശങ്ങള്. Then toe means foot. Then pictal means saliva. എന്ത് സലൈവ? ഉമിനീര്. സലൈവ, ഉമിനീര്. Then fire means fire. Then radius നോക്കാം. The foramen bone on the thumb side. Also a line from the center of a circle or sphere to the edge. അതായത് നമ്മളുടെ കൈത്തണ്ടയില്, തള്ളവിരലിലെ അസ്ഥി അല്ലെ, നമ്മുടെ കൈത്തണ്ടയിൽ നമ്മുടെ തള്ളവിരലിലെ ഒരു അസ്ഥിയാണ് ഒരു വൃത്താകൃതിയിലോ അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലോ ഒരു അടിയിലേക്കൊരു നമ്മുടെ കൈത്തണ്ടയില്, അതായത് നമ്മുടെ വിരലുകളിലെ തള്ളവിരലിനുള്ളിൽ വരുന്ന ഒരു അസ്ഥിനെയാണ് എന്ത് വിളിക്കുക? റേഡിയസ് എന്ന് വിളിക്കുന്നത്. അതൊരു സർക്കിളിൽ വരുന്നത്. Then ren means kidney. Then retina. എന്താ റെറ്റിന? നോക്കേണ്ട ആവശ്യമില്ലല്ലോ. റെറ്റിന മീൻസ് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് റെറ്റിന അല്ലെ. എന്താണ്? കണ്ണിന്റെ ഒരു പാളി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാളി. Then sun means blood. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണല്ലേ? Blood. Then sebum. എന്താ sebum? കേട്ടിട്ടുണ്ടോ? A fatty secretion of the sebaceous glands. Gland എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാൻഡ്. അതായത് നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ മുഖത്തും നമ്മളുടെ ഫേസിലും നമ്മളുടെ തലയോട്ടിയിലും കാണുന്ന ഒരു തരം ഗ്ലാൻഡ് മീൻസ് ഒരു ഗ്രന്ഥിനെയാണ് നമ്മള് എന്ത് വിളിക്കുക? സെബാസിയസ്. കേട്ടോ, നമ്മളുടെ ഫേസില്, അതായത് മനുഷ്യ ശരീരത്തില് ഏറ്റവും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഗ്രന്ഥിയാണ് ഈ സെബാസിയസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ മീൻസ് കുഞ്ഞിങ്ങനെ എന്തെങ്കിലും കരയുകയൊക്കെ ചെയ്യില്ലേ, അപ്പൊ ഫസ്റ്റിന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ സെബാസസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി. ക്ലിയർ ആയോ? അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ഗ്രന്ഥിയാണ് സെബാസിയസ് ഗ്ലാൻഡ്സ്. ഓക്കെ, നമ്മുടെ മുഖത്താണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. മുഖത്തും അതുപോലെ തന്നെ തലയോട്ടിയിലുമാണ് ഈ ഗ്രന്ഥി കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ടർ. സെക്ട് മീൻസ് കട്ട് ചെയ്യുക എന്നുള്ളത്. Then സെപ്സിസ് ആയി നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താ സെപ്സിസ് മീൻസ്? സെപ്സിസ് അണുബാധയാണ്. ഓക്കെ, നോക്കാം. The presence of microorganism or their toxins in the blood. നമ്മളുടെ ബ്ലഡിലേക്ക് സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യവും രക്തത്തിലെ വിഷവസ്തുക്കൾ നമ്മളുടെ ബ്ലഡിലേക്ക് വിഷവസ്തുക്കൾ കലരുന്നത്. Also the toxic condition caused by such presence. അതായത് ഈ സൂക്ഷ്മാണുക്കളും അല്ലെങ്കിൽ ഒരു സൂക്ഷ്മാണുക്കൾ നമ്മുടെ ബാക്ടീരിയയൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുന്നതും നമ്മളുടെ ബ്ലഡുമായിട്ട് ഈ ടോക്സിനുകൾ വിഷവസ്തുക്കളെ ലയിക്കുന്നത്. ഓക്കെ, ഇതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്റ്റ് മീൻസ് വാൾ, ഡിവൈഡർ, ഓൾസോ 7 എന്നും കൂടി നമ്മൾ വിളിക്കുന്നു. Then സെറം. എന്താ സെറം എന്ന് വെച്ചാല്? ബോഡി ഫ്ലൂയിഡ്സ്. സെറം നോക്കാം. The clear portion of the body fluids including blood. ബ്ലഡ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ബോഡി ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ സെറം എന്ന് വിളിക്കുന്നത്. Then sinus means cavity, channel or hollow space. എന്താണ് cavity? ഇപ്പോ അറ അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ഒരു ഭാഗം മീൻസ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ദ്വാരം അല്ലെങ്കിൽ ചാനൽ, അറ എന്നൊക്കെ പറയാം. സോമ മീൻസ് ബോഡി. സോമ ബോഡി. സ്പയർ മീൻസ് കോയിൽ. എന്താ കോയിൽ എന്ന് വെച്ചാല്? കോയിൽ. എന്താ കോയിൽ?
കമ്പി ചുരുൾ എന്നൊക്കെ പറയാം. സ്റ്റാസിസ്, slowing or stopping of the normal flow of a fluid such as blood. അതായത് രക്തം പോലെയുള്ള ഒരു കോയില് നമ്മൾ ചുരുള് കമ്പി എന്നൊക്കെ പറയില്ലേ, കമ്പിച്ചുരുളൊക്കെ പറയില്ലേ, സ്പൈറൽ ചെയ്യുന്ന മീൻസ് സ്പൈറലായിട്ടിരിക്കുന്ന കമ്പിച്ചുരുള് കേട്ടോ. സ്റ്റാസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് സ്ലോവിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. അതായത് രക്തം പോലുള്ള ഒരു ദ്രാവകത്തിന്റെ ഒഴുക്ക് മീൻസ് ആ ഒരു ഫ്ലോ നോർമലിനേക്കാളും കുറച്ച് സ്ലോ ആവുന്ന അല്ലെങ്കിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മള് സ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റേച്ചർ. സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. സ്റ്റോമ. എന്താ സ്റ്റോമ? സോറി, സ്റ്റെർനോ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയില്. സ്റ്റെർനോ മീൻസ് സ്റ്റെറം. സ്റ്റെറം. ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. അതായത് എന്താണ് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു പരന്ന തരത്തിലുള്ള ഒരു അസ്ഥി. ഓക്കെ, നെഞ്ചിന്റെ ഭാഗത്തെ അസ്ഥി. സ്റ്റോമ. Stoma means any tiny opening on the surface of the body, like for also the opening created in the abdominal wall for the passage of urine or feces. അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഉപരിതലത്തിലെ ഒരു ടൈനി, ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണത്. ഇതിൽ നമുക്ക് ഇപ്പോ എന്താണ് യൂറിനും മറ്റും പാസ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ഓപ്പണിംഗ്. ഇതിനാണ് സ്റ്റോമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റൊമക്കൽ ആട്ടോ. സ്റ്റൊമക് മീൻസ് വയറിനുള്ളൊരു മീനിങ് ആണ്. Then next one, tact means touch. Then terta means, in the terta means four ennullൊരു meaning ആണ്. Terta, four. Then tom means cut. Toxic means poisonous, വിഷാംശമായിട്ടുള്ള വസ്തുക്കൾ. Then rich means hair. Then ua means urine. Then varric means വെരിക്കോസ് വെയിൻ അല്ലെ, വെരിക്കോ അല്ലെങ്കിൽ വെരിക്കൊക്കെ വിളിക്കാം കേട്ടോ. വെരിക് മീൻസ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിൻ എന്താണെന്ന് അറിയാമോ അല്ലെ? വെരിക്കോസ് വെയിൻ വന്നിട്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതൽ ടൈം നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടൊക്കെ ഇത് വരാറുണ്ട് അല്ലെ. അതൊരു അസുഖമാണ്. ഇങ്ങനെ വെയിൻസ് നമ്മുടെ കാലുകളിലൊക്കെ എടുത്ത് വെയിനായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയാ, വെയിൽ ഇങ്ങനെ പുറത്തേക്ക് അടിച്ചു വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെ. കൂടുതൽ ടൈം നിൽക്കുന്നവരൊക്കെയാണ് ഇത് കാണുന്നത്. Then vertigo. In the vertigo means a disorder sensation in a which one's own body or the surroundings are seen as moving. അതായത് അതൊരു തരം ഡിസോർഡർ ആണെന്ന്. അതായത് നമ്മുടെ സെൻസേഷന്റെ ഒരു ഡിസോർഡർ ആണ്. അതായത് നമ്മൾ സ്വയം നോക്കുമ്പോൾ നമ്മളുടെ ബോഡി സറൗണ്ടിങ്സിനൊപ്പം തന്നെ ചലിക്കുന്നു, മൂവ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നത്, അതൊരു സെൻസേഷൻ ഡിസോർഡർ ആണ്. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സെൻസേഷന്റെ ഒരു കാര്യം ബാലൻസ് പ്രോബ്ലം എന്ന് പറയാം, സെൻസേഷൻ ഡിസോർഡർ എന്ന് പറയാം. ഓക്കെ, ഇയർ ബാലൻസിന്റെ ഒക്കെ കംപ്ലൈൻസ് ഉള്ളവർക്ക് ഇതുപോലെ തന്നെ ആ ഒരു ടൈമില് തല കറക്കുന്നോ അല്ലെങ്കിൽ ഡബിൾ ആയിട്ടൊക്കെ കാണുമോ അല്ലെ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ നിന്ന് സ്വയം ചുറ്റും കറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ? ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസോർഡർ പറയുന്നത്. Then next one, viscer. Viscer means internal organs. നമ്മുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ. Viscous means sticky. Viscous എന്ന് വെച്ചാൽ പശ്മയുള്ള നമ്മുടെ അർത്ഥം, സ്റ്റിക്കി ആയിട്ടുള്ള. Then cell means foreign material. Then ser means dry ആയിട്ടുള്ളത്. Okay, സെയിം ആണ് റൂട്ട് വേർഡ്സ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എല്ലാ ക്ലാസ്സിലും ഇത് ഓൾറെഡി ഇവർക്ക് ജസ്റ്റ് വായിച്ച് ടീച്ചേഴ്സ് വായിച്ച് മനസ്സിലാക്കിയുള്ള പിന്നെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മീനിങ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് പറയാം. പഠിക്കോളൂല്ലേ? പറയട്ടെ? ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക്
മീൻസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് പഠിക്കാം. ഫോർത്ത് വൺ അടയാളപ്പെടുത്തിക്കോളും. അഡ്ജസ്റ്റ് മീൻസ് പെയിൻ. ഫോർത്ത് വൺ. ആസ്ഫിക്സിയ കേട്ടോ. എയ്ത്ത് വൺ ആസ്ഫിക്സിയ മീൻസ് ലാക്ക് ഓഫ് ഓക്സിജൻ. അങ്ങനെ പഠിച്ചാൽ മതി. ലാക്ക് ഓഫ് ഓക്സിജൻ, excess of carbon. Okay. Next 11th കേട്ടോ. ബ്രോങ്ക്. വിൻഡ് പൈപ്പ് അല്ലേ ബ്രോങ്ക്. ക്യാൻസർ അറിയാലോ. ഞാൻ അടയാളപ്പെടുത്താൻ പറയണില്ല, അറിയാവുന്നതുകൊണ്ടാണ്. Then 17 കാർപ്പസ്. കാർപ്പസ്. അറിയാലോ. ഫീവർ മീൻസ് ഫീവർ കേട്ടോ. അറിയാപ്പെടുത്തിക്കോളൂ. 26 SSCO relating to sensation. Then 38 lact means milk. Then 50 picture means saliva. Then 53 REM kidney. 53 അടയാളപ്പെടുത്തുക. 54 retina. Then 55 sunken. Then 60 serum. Serum. 62 soma. 62. $64 stasis. അതായത് slowing or stopping of the normal flow of a fluid such as blood is called stasis. ക്വസ്റ്റ്യൻ അപ്പോ തിരിച്ചും മറിച്ചൊക്കെ വരാം കേട്ടോ. അതായത് ഇപ്പൊ മീനിങ് തന്നിട്ട് അതിന്റെ നോർമൽ എങ്ങനെയാണ് അത് വിളിക്കുന്നതെന്ന് ചോദിക്കാം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ എന്താണ് ഇപ്പൊ സെറത്തിന് നമുക്ക് സെറത്തിന്റെ മീനിങ് ആയിട്ടല്ല, അല്ലാതെ തന്നെ ഇങ്ങനെയും ചോദിക്കാം. The clear portion of body fluids including blood is called serum. ഇല്ലേ, അങ്ങനെ ചോദിച്ചൂടെ? എല്ലാം മീനിങ് മാത്രമായിട്ട് ചോദിക്കില്ല, ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചോദിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ രണ്ടും പഠിക്കണം. മീനിങ് പഠിക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏത് വിധത്തിലും ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് എഴുതാൻ സാധിക്കണം. ഓക്കെ. $64 എഴുതിയില്ലേ? അടയാളപ്പെടുത്തിയോ? 64. ടോക്സിക് അറിയാലോ, വിഷാംശങ്ങളുള്ളത്. Rich 72 കേട്ടോ. Rich means hair.
76 അടയാളപ്പെടുത്തിക്കോളും. 76. Reserve means internal organism. Toxic എന്ന് വെച്ചാൽ വിഷാംശം, പോയിസൺ. വിസ്കോസ് അടയാളപ്പെടുത്തണോ? സ്റ്റിക്കി എന്നുള്ളൊരു മീനിങ് ആണ്. പഠിച്ചാൽ മതി, അതായത് പഠിക്കാൻ ടെക്സ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ച് അബ്രിവേഷൻസ് ആണ് ഇനി നോക്കാനായിട്ടുള്ളത്. റൂട്ട് വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഒരു തവണ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ റൂട്ട് വേർഡ്സ്. എന്നിട്ട് വേണം നമുക്ക് അബ്രിവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. സഫിക്സിൽ നമ്മൾ മാർക്ക് ചെയ്തായിരുന്നോ? ചെയ്തില്ലേ? നിങ്ങള് പറഞ്ഞില്ലേ? വിട്ടുപോയോ? ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിരുന്നോ? ചെയ്തു. ഓക്കെ ഓക്കെ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് ചോദിക്കണേ. ഷെയർ ചെയ്ത് കൊടുക്കണേ. ഏതൊക്കെയാ ചെയ്തേനെ? പഠിച്ചോളൂ കേട്ടോ. കമ്പി കോയിൽ എന്ന് വെച്ചാല് കമ്പി ചുരുളില്ലേ? അതെ, ഇപ്പൊ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടും അതെ.
ഓക്കെ, കഴിഞ്ഞോ? വായിച്ചെല്ലാവരോ? ദെൻ ഇപ്പൊ നമ്മൾ പ്രിഫിക്സ് നോക്കി, സഫിക്സ്, ദെൻ റൂട്ട് വേർഡ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അബ്രിവേഷൻസ് ആണ്. അബ്രിവേഷൻസ് വളരെ കുറച്ചുള്ളൂ, ഒരു 300 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. 3, 2 ഓക്കെ. അതിൽ എത്ര അബ്രിവേഷൻ ഉണ്ടെന്ന്? 327 അബ്രിവേഷൻസ് ഉള്ളൂ അല്ലെ? വളരെ കുറഞ്ഞു പോയില്ലേ? ഓക്കെ, കണ്ട ആരും പേടിക്കൊന്നും വേണ്ട, ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. എന്താണോ തന്നിരിക്കുന്നത് ആ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. ഇത് ഫുള്ള് പഠിക്കണ്ട, പേടിക്കണ്ട, ഞാൻ എളുപ്പപ്പെടുത്തി തരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ജസ്റ്റ് വായിച്ച് പോകുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് മീൻസ് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണത്. അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പാൻഷൻ ഫോം എന്താണോ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് എഴുതുന്നത് പഠിക്കാം. എല്ലാം പഠിക്കണ്ട, ഏതൊക്കെ പഠിക്കണം എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഞാൻ വായിച്ചു പോകുന്നുള്ളൂ. അതിന്റെ മീനിങ്ങോ എക്സ്പാൻഷനോ ഒന്നും പറയുന്നില്ല, മീൻസ് എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. എന്താണോ നമുക്ക് തന്നിരിക്കുന്ന അബ്രിവേഷന്റെ എക്സ്പാൻഷൻ ഫോം അത് മാത്രം വായിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് അങ്ങനെ വായിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം 327 ഉണ്ട്. അതിന്റെ നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. എക്സാമിന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇപ്പോ എന്താണോ അതിന്റെ എക്സ്പാൻഷൻ ഫോം അത് എഴുതാൻ മാത്രം ഇതിൽ നിന്നും വരാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് അടയാളപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മുടെ സിലബസിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം പറഞ്ഞു പോകണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ടീച്ചർ പറഞ്ഞു തന്നാൽ പോലെ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് സിലബസിൽ ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കവർ ചെയ്തൊന്ന് വായിക്കണം അല്ലെ? എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യാം, അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ടെൻഷനൊക്കെ മാറിയോ? നിങ്ങൾ കണ്ടപ്പോ 327 ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും തുടക്കത്തില്. ആണോ? റെസ്പോണ്ട് ഇല്ലല്ലോ. ഓക്കെ, നെഗറ്റീവ് ആയിട്ടൊന്നും കാണണ്ട, പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നമുക്ക് പഠിക്കാനുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ, എക്സ്പാൻഷൻ മാത്രം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, A and P, that is anatomy and physiology. A and P, anatomy and physiology. Then A എന്ന് തന്നെയാണ് പറയുന്നത്. A ഇട്ടിട്ട് ഒരു ഡാഷ്, അതൊന്ന് നോക്കി വെക്കണേ. A ഒരു 1 ഡാഷ് ഇടുന്നതിൽ നമ്മൾ ബിഫോർ നമ്മളൊരു മീനിങ് ആണ്. Then A dash, രണ്ട് ഡാഷ് വന്നിട്ടുണ്ട്, 2 A വന്നിട്ടുണ്ട്. Of each അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻസിൽ യൂസ് ചെയ്യുന്നത്. Then ABD എന്ന് വെച്ചാൽ അബ്ഡോമൻ. ABD അബ്ഡോമൻ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുറെ ഷോർട്ട് ഫോമുകളൊക്കെ എഴുതുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ പല തരത്തില് ബിക്കോസ് എഴുതും, അല്ലെങ്കിൽ ബിസിനസ് എഴുതും, അക്കൗണ്ട് നമ്പർ അല്ലെ, ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ABD അബ്ഡോമൻ. ABG എന്ന് വെച്ചാൽ എന്താ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. Then AC means before meals. ACLS advanced cardiac life support. Then AD-LIG, at-LIG means as much as desired. ഇതിൽ കുറെ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നോക്കാം. Next one, ADL means activity of daily living. വായിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വായിക്കണേ. Then AED means automated external defibrillator. അത് ഓർമ്മയുണ്ടോ? പഠിച്ചത് എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കുറച്ച് ആർക്കൊക്കെ ഓർമ്മയുണ്ട്, ബാക്കിയുള്ളവർക്ക് ആർക്കും ഓർമ്മയില്ല. ആ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ മറന്നുപോയി. ഡിഫിബ്രിലേറ്റർ പഠിച്ചതൊക്കെ ആയിട്ട് വല്ലതും ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർക്കണില്ലെങ്കിൽ ഒന്ന് ഓർക്കണോട്ട് ഇടയ്ക്കൊക്കെ. Then AF എന്താ? atrial fibrillation. Then AIDS, acquired immunodeficiency syndrome. AIDS കേട്ടിട്ടില്ലേ? അറിയാലോ, acute immunodeficiency syndrome. Then AK, above the knee. AKA, above the knee amputation.
Then A line means arterial line. AMA against medical advice. അത് കേട്ടിട്ടുണ്ടോ? Against medical advice. Okay, കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇപ്പൊ പറയുന്നത്. Then AMB ambulatory. AMB ambulatory. AMI acute myocardial infarction. Then AMS altered mental status. Then ANT anterior. Then AOX4 എന്ന് വെച്ചാൽ alert and oriented to person, place, time and self. Then AP anterior, posterior, front to back action, potential, angina pectoris, anterior pituitary, arterial pressure, anterior posterior എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? Anterior posterior ഒക്കെ okay. Then APC arterial premature complex activated protein, aspirin, phenazine, caffeine. Okay. Then AQ means water. Aqua നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? Aqua അതിന്റെ ഷോർട്ട് ഫോം ആണ് AQ എന്ന് എഴുതിയിരിക്കുന്നത്. വാട്ടർ. ARDS അതറിയാതെ എല്ലാവർക്കും. ARDS എന്താണ്? Acute respiratory distress syndrome. Then ASA aspirin artemisinin acid. ASAP അറിയാലോ? as soon as possible. Then ASHD arteriosclerotic or atherosclerotic heart disease. Then ABA-V atrioventricular arteriovenous. The abbreviations ഡിക്ഷണറി പോലെ ആ ഒരു ആൽഫബറ്റിക് ഫോമിൽ തന്നിരിക്കുകയാണ് കേട്ടോ. A കഴിഞ്ഞിട്ട് പിന്നെ B വെച്ച് വരുന്നത് ഇതൊക്കെയാണ്. C വെച്ച് അതാണ് ഇത്രയും 300 സംതിങ് വന്നിരിക്കുന്നത് കേട്ടോ. ആ ഒരു ആൽഫബറ്റ് ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. Then BBB triple B ആണ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. Then BID PD എന്നും പറയും, BID എന്നും പറയും. Twice daily. Then BKA means below the knee armchair. BM bowel movement. BP blood pressure. BS Bachelor of Science. BSA body surface area. Then BX biopsy. Capital biopsy കഴിക്കുന്നത് BX എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എഴുതുന്നത്. C dash means with. Then C degree സെൽഷ്യസിനാണ് നമ്മൾ അല്ലെ. പിന്നെ CA means കാൽസ്യം അറിയാലോ. CA കാർഡിയാക് അറസ്റ്റ്. ക്യാപിറ്റൽ അവിടെ CA വ്യത്യാസം ഉണ്ട് കേട്ടോ. ക്യാപിറ്റൽ ആയിട്ടുള്ള സിയും ക്യാപിറ്റൽ എയിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുന്നത്. C ഷോർട്ട് ഫോം എടുത്തതിന് കാൽസ്യം. ഓക്കെ, അത് കൺഫ്യൂഷൻ വരാം. സോ അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കാം. Then CABG coronary artery bypass graft. Then CAD coronary artery കേട്ടിട്ടുണ്ടോ? CTC കേട്ടിട്ടുണ്ടാവുമല്ലോ. കംപ്ലീറ്റ് നമ്മള് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കംപ്ലീറ്റ് ബ്ലഡിന്റെ കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് CTC. CC cubic centimeter. CCO C-C chief complaint. CCU coronary care unit. CCU കേട്ടിട്ടുണ്ടോ? CCU പരിചയമുണ്ടാവുമല്ലോ, കേട്ടിട്ടില്ലേ? ഓക്കെ. CHF congestive heart failure. CI chloride. CM centimeter. CM square cubic centimeter. CNS central nervous system.
Then C dash of means complaining of. CO, cardiac output. CO2, carbon dioxide. Then COLD, cold means chronic obstructive lung diseases. COPD. COPD നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? COPD, chronic obstructive pulmonary disease. CP means chest pain. Chemically pure എന്ന് പറയാം, cerebral palsy എന്നും പറയും CP ന്. Then CPR, cardiopulmonary resuscitation. Then CRNA, certified registered nurse anesthetist. CRT, capillary refill. CRT, capillary refill time cathode ray tube. Tube into CSF, cerebrospinal fluid. Then CSM, carotid sinus massage, cerebrospinal meningitis. Then CVM, cerebrovascular accident. CVP, central venous pressure. CXR, chest X-ray. Then DRC, Dilaton and curettage. D-C എന്ന് വെച്ചാൽ discontinue ചെയ്യാറുള്ളത് meaning. Diff means differential. Dig, digoxy. Then DM, diabetes mellitus. Then DOA means dead on arrival. വരുന്ന വഴിക്ക് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഡെഡ് ആണെന്നുള്ളൊരു മീനിങ്. Then DOE, dyspnea on exertion. DON, director of nursing. ഓക്കെ, പഠിച്ചു മതിയായ എല്ലാവർക്കും. നോക്കാം, അപ്പൊ നമ്മള് 74 വരെയാണ് പറഞ്ഞത് അബ്രീവിയേഷൻസ്. നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് വൺ 5 അടയാളപ്പെടുത്തിക്കോളൂ. ABG. Then 6 അടയാളപ്പെടുത്തു. AC, ബിഫോർ മീൽസ്. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു ടേമാണത്. സെവൻ അടയാളപ്പെടുത്തിക്കോളും. ACLS. 5, 6, 7 അടയാളപ്പെടുത്താം. Then 10, AED. Then 12, AIDS അറിയാലോ. Then 16, AMA. Then 18, AMI. Then 25, ARDS. Then 30, BBB, triple B. BS, 35 BS. അറിയാലോ, ബാച്ചുലർ ഓഫ് സയൻസ് ഒക്കെ ഉണ്ടോ. Then 37, BX, biopsy. Then 40, 41 എന്ന് അടയാളപ്പെടുത്തിയേക്കു, കാരണം അത് കൺഫ്യൂഷൻ ഉള്ളതാണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം.
ക്യാപിറ്റൽ CA ആണ് കാർഡിയാക് അറസ്റ്റ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. Then 42 യും 43 യും 42, 43. Last one 52. 52. നമ്മൾ 60 വരെയാണോ പറഞ്ഞത്? 70 വരെ പറഞ്ഞായിരുന്നോ? 74 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. 56 ആണ് ഏർപ്പെടുത്തിക്കോളൂ. കോൾഡ് കോൾഡ് COLD. 57 നമുക്ക് അറിയാവുന്നതാണല്ലോ, COPD. Then last one 74, DON, Director of Nursing. Okay. അടയാളപ്പെടുത്തി എല്ലാവരും? ടോട്ടൽ എത്ര ആയിപ്പോ അടയാളപ്പെടുത്തിയത്? ടോട്ടല് 19. ഓക്കെ. അത് കുറെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് എടുത്തേക്കുന്നത്. അതെങ്കിലും പഠിക്കണം. ഓക്കെ. നമുക്ക് അത്രത്തിൽ നമ്മളത് വളരെ ചുരുക്കി നമുക്ക് സാധാരണ നോർമലി ചോദിച്ച് കണ്ടിട്ടുള്ള രീതിയിലുള്ള തരത്തിലുള്ളതാണ് വിട്ടേക്കുന്നത് കേട്ടോ. അത് പഠിക്കണം കേട്ടോ. അതുപോലെ ഇനി നമുക്ക് അതിലൊന്നും കുറയ്ക്കാനൊന്നും പറ്റില്ല, പഠിക്കാം. ഇത് വേറൊന്നും പഠിക്കാനില്ലല്ലോ, അത് ബൈഹാർട്ട് ചെയ്തൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിലോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് എന്താണോ എന്നുള്ളത് നമുക്ക് ആ തന്നിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ പഠിക്കാം. പ്രിഫിക്സിന്റെ എക്സാം, യെസ്, മറന്നുപോയല്ലോ. എക്സാം ഇടാൻ ടൈം ഉണ്ടാവോ? നിങ്ങൾ മറന്നുപോയോ? ഒരാൾ മാത്രം ഓർത്തോളൂ ഇപ്പോ. ലാസ്റ്റ് മിനിറ്റ് ഇടുമെന്ന് വിചാരിച്ചു, അതാ ഫസ്റ്റ് പറയാൻ. വിചാരിച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ മറന്നുപോയിട്ടോ, സത്യമായിട്ട് മറന്നുപോയി. ഇപ്പൊ ഓർമ്മിപ്പിച്ചപ്പോഴാണ്. കാരണം ഇത് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു തിരക്കിലായിരുന്നു. മീൻസ് കുറച്ചുണ്ടല്ലോ അബ്രിവേഷൻസ് ഒക്കെ. നമുക്ക് നമ്മുടെ ഓരോ മൊഡ്യൂളനുസരിച്ച് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് അതിനോടനുസരിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമല്ലോ. സ്റ്റഡി ലെവലൊക്കെ കറണ്ട് എക്സാമിനൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവണമല്ലോ. അതിന്റെ ഒരു തിരക്കിലായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടാം കേട്ടോ, ഷുവർ ആയിട്ടും. ഓക്കെ, മതിയോ? ഇത് പഠിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ കൂട്ടത്തില്? ഉണ്ടാവില്ലേ? സന്തോഷായില്ലേ? നെക്സ്റ്റ് ക്ലാസ്സില് പ്രിഫിക്സ് ഇടാം. ഇനിയിപ്പോ നമ്മള് പ്രിഫിക്സും സഫിക്സ് ഒക്കെ ആയാലോ, അപ്പോ ഓരോന്ന് ഇടാം അല്ലെ. പ്രിഫിക്സ് ഇട്ടേക്കാം കേട്ടോ. ഇനിയിപ്പോ 5 minutes അല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ച് ടൈം എടുക്കും. നെക്സ്റ്റ് ടീച്ചർ ക്ലാസ് എടുക്കണ്ടേ? അപ്പൊ നമ്മുടെ അത്രയും ടൈം വേസ്റ്റ് ആവും. ഓക്കെ മാം. ഓക്കെ. നെക്സ്റ്റ് മോർണിംഗ് തന്നെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട്. നിങ്ങൾക്ക് ഇനി നമുക്ക് മൺഡേ വരുന്നതല്ലോ ക്ലാസ്? ഉണ്ട് മാം. ഓക്കെ. മൺഡേ തീർച്ചയായിട്ടും ഇടാം കേട്ടോ. കുറച്ച് അപ്ഡേഷൻസ് എടുത്തിട്ട് ശേഷം ഇടാം. ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി നിങ്ങൾ നേരത്തെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കണേ. അപ്പൊ അതനുസരിച്ചിട്ട് ലാസ്റ്റ് ഒരു 10 minutes മതി നമുക്ക് എക്സാം ഇടാനായിട്ട്. സഫിക്സ് മാത്രമാണോ മാം? പ്രിഫിക്സ് ഫസ്റ്റ് പ്രിഫിക്സ് അല്ലേ? ഓക്കെ മാം. എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്നില്ല. ആദ്യം പ്രിഫിക്സ് എടുക്കാം, പിന്നെ നെക്സ്റ്റ് ഡേ സഫിക്സ് നോക്കാം, ദെൻ അടുത്ത ദിവസം നമുക്ക് റൂട്ട് വേർഡ്സ് നോക്കാം അല്ലെ. അങ്ങനെ പോലെ ഓരോ സെക്ഷൻ ആയിട്ട് ഇടാം. ആയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണല്ലോ. ഈ ഒരു ചാപ്റ്റർ എനിക്ക് തോന്നി കുറച്ച് മീനിങ് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വരുന്നില്ല. പക്ഷെ നമുക്കത് ആവശ്യമുള്ളത് പഠിക്കുകയും വേണം അതിൽ നിന്ന് കേട്ടോ. നിങ്ങൾക്ക് ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നാം അല്ലെ? തോന്നിയോ ബോറിംഗ്? ചാപ്റ്ററിന്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. കാരണം അബ്രിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ. മറ്റു ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അത് ഡെലൊക്കേറ്റ് ചെയ്യുന്നു, നമ്മള് എന്താ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ. ഇപ്പൊ വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രിഫിക്സ് നോക്കി വെക്കണം കേട്ടോ, മറക്കരുത്. എല്ലാവരും ഒന്ന് പ്രിഫിക്സ് പഠിക്കുക. നമ്മള് അടയാളപ്പെടുത്തിയത് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും രീതിയിലായിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട.
ഓക്കെ, റെഡി ആണല്ലോ എല്ലാവരും അപ്പൊ എക്സാമിന് മൺഡേ? യെസ് മാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കണം, എങ്കിലേ നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ മാം. ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക്സ് മാം. 2 മൊഡ്യൂൾ പഠിപ്പിച്ചു കഴിഞ്ഞോ? ഇല്ല, 3 ചാപ്റ്റർ കൂടെ ഉണ്ട്. ഏത് മിസ്സിന്റെയാ? ഇനി ജോബ് സാർ അല്ലേ? ഇംഗ്ലീഷ്. രമ്യ മാം അല്ലേ? രമ്യ മാം അല്ലേ? ടൈം ടേബിൾ മാറ്റിയത് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായില്ലേ? ടൈം ടേബിൾ മാറ്റിയില്ലേ ഇന്നലെ, പുതിയത് ഇട്ടിട്ടുണ്ടായ കണ്ടില്ലേ? ആ ശരിയാ. അതില് ജോബ് സാറിന് കൊടുത്തിട്ടുണ്ടായി. പ്രിഫിക്സിന്റെ സഫിക്സിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ഗ്രൂപ്പിൽ ഇടുന്ന അറിയാലോ. അല്ല, ഇതില് ഇന്നലെ പ്രിഫിക്സ് എന്ന് ഇട്ടിട്ടുണ്ടായില്ലോ. പറഞ്ഞു കൊടുത്തത് ആ ഒരു ഭാഗത്തുള്ളതൊക്കെ പ്രിഫിക്സ് അല്ലേ? ഞാൻ ചാപ്റ്റർ ഫസ്റ്റ് കേറിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും അതെ, പ്രിഫിക്സ് എന്ന് കൊടുത്തത് മൊത്തം പ്രിഫിക്സ്, സഫിക്സിന് കോമൺ സഫിക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാടുണ്ടല്ലേ പ്രിഫിക്സ്? അതെ. പ്രിഫിക്സ് നമുക്ക് ടോട്ടൽ പഠിക്കാൻ അത്ര ആ അതെ, കുറയൊന്നുമില്ല. ഇന്ന് 34, മിനിമൈസ് 35. ചെയ്തിരുന്നിട്ടുണ്ടല്ലോ അല്ലെ? അതെ അതെ, 34-35 എണ്ണം പ്രിഫിക്സ് വരുന്നത്. ആ ഓക്കെ ഓക്കെ. പുതിയ ടൈം ടേബിളിലെ രമ്യ മിസ് ആണല്ലോ ഫ്രൈഡേ. അത് നമ്മുടെ പഴയ ടൈം ടേബിൾ തന്നെയാണ്, പക്ഷെ അതില് നിർമ്മല മാം എന്നുള്ളത് ജോബ് സാറിന് കൊടുത്തിട്ടുണ്ട്. ആ അതെ, നിർമ്മല മാം മാറ്റിയിട്ട് ജോബ് സാർ